കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സുനന്ദയാണെങ്കിൽ ബാഗൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങി നിന്ന് ചെല്ലുന്നത് നേരെ ലളിതയുടെ മുന്നിലോട്ടാണ്. അപ്പോൾ ലളിത ചോദിക്കുകയാണ്, നീ എവിടെയാണ് ഈ പോകുന്നത്? ഞാൻ അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിൽ പോകാനാണ് ഈ ബാഗുമായിട്ട് എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കാൻ. അപ്പോൾ സുനന്ദ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ലളിതയ്ക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. ആ ബാഗ് അങ്ങ് പിടിച്ചു വാങ്ങിക്കുകയാണ്. ആ ബാഗ് തന്നെ എനിക്ക് പോകണം എന്ന് പറയുകയാണ്. നീ പോകണ്ടെന്നല്ലേ പറഞ്ഞത്, ഇങ്ങോട്ട് വരാൻ പറയാണ്. എനിക്ക് പോകണം, ബാഗ് തരാൻ പറഞ്ഞാൽ സുനന്ദ വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ ലളിതയാണെങ്കിൽ സുനന്ദയുടെ നിന്ന് ആ ബാഗും വാങ്ങിച്ച് സുനന്ദയും പിടിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്ക് കയറുക. ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. അകത്താണെങ്കിൽ മുത്തശ്ശി സീരിയലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓടി ഇങ്ങോട്ട് വന്ന് റിമോട്ട് എടുത്ത് TV ഓഫ് ചെയ്തിട്ട് ചോദിക്കുകയാണ്, അമ്മയടുത്ത് എത്ര വട്ടം പറഞ്ഞതാണ് ഞാൻ പോകുമ്പം ഇവളെ നോക്കണം എന്ന്, എന്നിട്ട് അമ്മ എന്നിട്ട് TVയും കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞതാ മോളെ പോകണ്ടെന്ന്. അപ്പോൾ അവൾക്ക് അമ്പലത്തിൽ പോകണമെന്ന്. നീ വന്നിട്ട് ചോദിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞപ്പം അവൾ കേൾക്കുന്നില്ല. അവൾക്ക് പോയേ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. സുനന്ദ പറയാണ്, എനിക്ക് പോയേ പറ്റത്തുള്ളൂ, അമ്മ ബാഗിങ് തന്നേ, നീ എവിടെ പോകാനാ, നീ എങ്ങും പോകണ്ട എന്ന് പറയാണ്. ഈ അമ്പലത്തിൽ ചെന്നേ പറ്റത്തുള്ളൂ എന്ന് സുനന്ദ വാശി പിടിക്കണം. നീ പോകണ്ടെന്നല്ലേ പറഞ്ഞേ എന്ന് പറയാണ്. എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറയാണ്. സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് എന്നോ ചോദിച്ചുകൊണ്ട് ലളിതയാണെങ്കിൽ സുനന്ദ അടിക്കുകയാണ്. എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് പോകണമെന്ന് വീണ്ടും സുനന്ദ പറയാണ്. അപ്പോൾ വീണ്ടും ലളിത അടിക്കുകയാണ്. അങ്ങനെ 3-4 അടി സുനന്ദയ്ക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് സുനന്ദ പറയുന്നത്, എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് പോകണം, നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കുന്ന കല്യാണം എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾ വിചാരിക്കുന്ന ഒരാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് സുഭാഷ് ഏട്ടനെ തന്നെയാണ് ഇഷ്ടം, എനിക്ക് മനസ്സിലൊരാളെ വെച്ച് വേറൊരാളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, സുഭാഷ് ഏട്ടൻ്റെ കൂടെ ജീവിക്കത്തോളെന്നും പറഞ്ഞുകൊണ്ട് സുനന്ദ വാശി പിടിക്കുന്നുണ്ട്. അപ്പോഴും ലളിത എടുത്തിട്ട് അടിക്കുന്നുണ്ട്. നിനക്ക് സുഭാഷിൻ്റെ കൂടെ പോകണം അല്ലേ എന്നും പറഞ്ഞിട്ട് വീണ്ടും എടുത്തിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ എത്ര അടിച്ചിട്ട് സുനന്ദയാണെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ കൂടെ പോകുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവസാനം സുനന്ദയാണെങ്കിൽ ആ ബാഗും പിടിച്ച് വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴത്തേക്ക് മനസ്സിലായി അടിച്ചാലൊന്നും സുനന്ദ മാറത്തില്ലെന്ന്. അങ്ങനെ ഓടി വന്ന് പോകല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് പിടിക്കുന്നുണ്ട്. പക്ഷേ സുനന്ദ ഇതൊന്നും കേൾക്കാതെ കൈയും തട്ടി മാറ്റി ഇറങ്ങി പോവുകയാണ്. അപ്പോഴത്തേക്ക് ലളിത ഓടി വന്ന് കാലെ പിടിക്കുന്നുണ്ട്. നീ പോകല്ലേ, നീ പോയി കഴിഞ്ഞാൽ അച്ഛന് നാണക്കേടാവും, നിൻ്റെ വിവാഹം ഉറപ്പിച്ച് വെച്ചേക്കോ, ഈ നാട്ടുകാരുടെ മുന്നിൽ നാണക്കേടാവും, നീ പോകല്ലേ, നിൻ്റെ കാല് പിടിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലളിത വന്ന് സുനന്ദയുടെ കാല് പിടിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സുനന്ദയ്ക്ക് അകപ്പാടെ വിഷമമാവുന്നുണ്ട്. സുനന്ദ പൊട്ടിക്കരയാണ്. അപ്പോഴും ലളിത വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മോളെ നീ പോകല്ലേ, ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് നീ പോകല്ലേ, നീ പോയി കഴിഞ്ഞാൽ അച്ഛൻ ഈ നാട്ടുകാരുടെ മുന്നിൽ നാണക്കേടാവും, അതുപോലെ നിൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്, അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലളിത ഭയങ്കരമായിട്ട് കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് സുനന്ദയുടെ മനസ്സ് മറന്നുണ്ട്. സുനന്ദയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ സുനന്ദ ആ ബാഗുമായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് സുനന്ദ ആലോചിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ അമ്പലത്തിൽ വന്നിരിക്കും, നിധിയും എല്ലാവരും അമ്പലത്തിൽ വന്നിരിക്കും, എന്നെയും കാത്ത് നിൽക്കുമെന്നൊക്കെ സുനന്ദയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ സ്വന്തം അമ്മ വന്ന് ഇങ്ങനെ പറയുമ്പോൾ സുനന്ദയ്ക്ക് കേൾക്കാതിരിക്കാനും പറ്റുന്നില്ല. ലളിതയാണെങ്കിൽ സുനന്ദയെ വിടാനും തയ്യാറല്ല. അവസാനം ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് സുനന്ദ ബാഗുമായിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴത്തേക്ക് ലളിതയ്ക്ക് ഒരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. എന്തായാലും സുനന്ദ പോയില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അമ്പലത്തിൽ കാത്തിരിക്കുകയാണ്. അപ്പം സുധീഷ് വന്നിട്ട് നിധിയെടുത്ത് പറയാണ്, 10 മണിയായല്ലോ, സുനന്ദയെ കാണുന്നില്ലല്ലോ, വരാതൊന്നും ഇരിക്കത്തില്ല. അങ്ങനെ സമയം പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും ആകെപ്പാടെ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ സമയം കുറേ കഴിഞ്ഞപ്പം വിഷമിച്ച് ഭാഷ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി ഇനി സുനന്ദ വരത്തില്ലെന്ന്. അപ്പം ഹരീഷ് വന്നിട്ട് രൂപേഷിനടുത്ത് പറയാണ്, സുനന്ദ വരത്തില്ല, അവൾ വീണ്ടും നമ്മളെ ചതിച്ച്, അവളുടെ അച്ഛൻ്റെ അമ്മയുടെ തനി സ്വഭാവം എടുത്ത് വീണ്ടും നമ്മൾ മണ്ടരായെന്ന് ഹരീഷ് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രൂപേഷ് പറയാണ്, ഇടത്തെടുത്ത് സുനന്ദേച്ചി ഉറപ്പ് പറഞ്ഞല്ലേ ഇന്ന് വരാമെന്ന്, അത് അല്ലേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ തയ്യാറാക്കിയതെന്ന് പറയാണ്. അപ്പം നിധി പറയാണ്, എന്നോട് ഉറപ്പായിട്ടും പറഞ്ഞതാണ് ഇന്ന് എത്തുമെന്ന്, 10 മണിയാകുമ്പോൾ ഇവിടെ എത്തുമെന്ന് ഉറപ്പായിട്ട് പറഞ്ഞതാണ്. അപ്പം സുധീഷ് പറയാണ്, ചെന്നപ്പോഴത്തേക്ക് അവിടെ മനസ്സ് മാറിക്കണം, അതായിരിക്കും അവൾ വരാഞ്ഞെന്ന് പറയാണ്. അപ്പം സുഭാഷ് ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങോട്ട് എല്ലാവരും കൂടെ വരികയാണ്. നിധി പറയാണ്, സോറി സുഭാഷ് ഏട്ടാ, ഞാൻ വിചാരിച്ച് സുനന്ദ വരുമെന്ന്, ആ ഒരു ഉറപ്പിന് മേലെയാണ് എല്ലാവരെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് നിധി പറയുകയാണ്. സുഭാഷ് പറയാണ്, സാരമില്ല മോളെ, വിവാഹമെന്ന് വെച്ചാൽ നമ്മൾ തീരുമാനിക്കുന്നത് മാത്രമല്ല, ദൈവവും കൂടെ തീരുമാനിക്കണം, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ വേണം. എനിക്ക് വിവാഹത്തിന് സമയമായി കാണത്തില്ല, അതുകൊണ്ടായിരിക്കും, നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരാല്ലോ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും നല്ല വിഷമാവുന്നുണ്ട്. നിധി പറയാണ്, സുനന്ദ വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്, എൻ്റെ അടുത്ത് ഉറപ്പ് പറഞ്ഞതാണ്, ഈ അമ്പലനടയിൽ വെച്ചാണ് അവളെ എനിക്ക് ഉറപ്പ് വന്നത്. അപ്പോൾ സുഭാഷ് പറയാണ്, അവൾക്ക് ചിലപ്പം ഇറങ്ങാൻ പറ്റിക്കാണത്തില്ല, വരാൻ പറ്റിക്കാണത്തില്ല, അവളുടെ സാഹചര്യം അവൾക്കല്ലേ അറിയത്തുള്ളൂ, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല, അവളെ കുറ്റം പറഞ്ഞിട്ട് നമ്മളിനി എന്താ കാര്യം എന്ന് സുഭാഷ് പറയാണ്. ഹരീഷ് പറയാണ്, വരാൻ പറ്റത്തില്ലെങ്കിൽ ഇന്നലെ പറഞ്ഞാൽ പോരെ, എന്തിനാണ് നമ്മളെക്കൊണ്ട് ഇത്ര വേഷം കെട്ടിച്ചതെന്ന് ഹരീഷ് പറയാണ്.
സുഭാഷ് പറയാണ് ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട, ഇനി നമ്മൾ സംസാരിച്ചിട്ട് എന്താ കാര്യം, നമുക്കെല്ലാവർക്കും പോകാം എന്ന് പറയാണ്. അങ്ങനെ സുഭാഷ് അങ്ങോട്ട് നടന്നു പോവാണ്. സുഭാഷിൻ്റെ ആ വിഷമം കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ഇതാണെങ്കിൽ എല്ലാവർക്കും പറയാണ് ഇതും ഞാൻ കാരണം തന്നെ അല്ലയോ, എൻ്റെ മണ്ടത്തരം കാരണമല്ലയോ, സുനന്ദയുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു പോയി. സുഭാഷ് ഏട്ടന് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ, സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടന് ഇഷ്ടമാണ്, അവർക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ സുധീഷ് എന്നിട്ട് പറയാണ് അത് കുഴപ്പമില്ല, ഇയാളുടെ തെറ്റല്ലല്ലോ, സുനന്ദയെ വിശ്വസിച്ചു, അത് ഇയാളുടെ തെറ്റാണെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. അപ്പോൾ രൂപേഷും വന്ന് പറയുന്നുണ്ട് അകത്ത് വിഷമിക്കേണ്ട, നമ്മളിങ്ങനൊന്നും ആവുമെന്ന് വിചാരിച്ചില്ലല്ലോ ചെയ്തത്, വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവരെല്ലാവരും അമ്പലത്തിൽ നിന്ന് പോവുകയാണ്. നിധി ആകപ്പാടെ സങ്കടത്തിലാണ്. സുഭാഷിനാണെങ്കിൽ ഇതുവരെ വിവാഹം കഴിച്ചില്ല എന്നുള്ള സങ്കടമുള്ളായിരുന്നു, ഇപ്പം വീണ്ടും അതിക്കൊക്കെ സങ്കടമായിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും നടക്കുമെന്ന് വിചാരിച്ച വിവാഹം നടക്കാതെ വിഷമിച്ച് അമ്പലത്തിൽ നിന്ന് പോവുകയാണ്.